യാത്രകൾ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? ജീവിതത്തിലെ ചില മറക്കാനാവാത്ത നിമിഷങ്ങൾ ചില യാത്രകൾ നമുക്ക് സമ്മാനിക്കും. 6 ദിവസം ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് 7ാമത്തെ ദിവസം ഒരു അവധി ദിവസം കിട്ടുമ്പോൾ എന്തിനാ വെറുതെ വീട്ടിൽ കിടന്നുറങ്ങി? ഒരു ദിവസം വെറുതെ കളയുന്നേ. പുറത്തൊക്കെ പോയി അടിച്ച് പൊളിച്ച് ഹാപ്പിയായി വരണം. ഞങ്ങളിത് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തു പോകാൻ തോന്നി. പുറത്ത് പോയി ചായ കുടിക്കാൻ പുറത്ത് വന്നപ്പോൾ തോന്നി എവിടെയെങ്കിലും പോയാലോ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി ഇട്ടു. ഞങ്ങൾ ആതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് ദിവസത്തേക്കൊന്നും കേട്ടോ, ഒരു ദിവസത്തെ ട്രിപ്പാണ്. ചേട്ടൻ ഭയങ്കര ഗൗരവമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും പാട്ടൊക്കെ കേട്ട് പാട്ടിലങ്ങ് ലയിച്ച് ചില സമയം പാട്ടൊക്കെ നിർത്തി വെച്ച് നമ്മൾ നന്നായി വർത്തമാനം പറയും കേട്ടോ. കഴിഞ്ഞ് ആതിരപ്പള്ളി കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ പോവുകയാണ്. രാത്രിയായാൽ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ, കയറ്റി വിടത്തില്ല. ഞങ്ങളങ്ങനെ ഇതിപ്പോൾ ആതിരപ്പള്ളി 2ാമത്തെ പ്രാവശ്യം പോകണം കേട്ടോ. ഒരു ദിവസം പോയപ്പോൾ ആതിരപ്പള്ളി അങ്ങ് കയറാൻ പറ്റിയില്ല നമുക്ക്. പകുതി പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും അങ്ങ് കയറണം എന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 മണിയൊക്കെ ആയി കാണും. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് അത്ര വലിയ ദൂരം ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ ഒരേ വണ്ടി ഓടിച്ച് പോകുന്നില്ല കേട്ടോ. ചായക്കട വല്ലതൊക്കെ കാണണമെങ്കിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നല്ല ഇതായിട്ട് റിലാക്സായിട്ടേ പോകത്തുള്ളൂ. എനിക്കും ചേട്ടനും ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ കിളികളുടെയൊക്കെ സൗണ്ടും ഇതൊക്കെ കേട്ടിങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാട്ടും ആസ്വദിച്ച് ഇങ്ങനെ പോകണം. എന്താ ഒരു ഫീല്. ഒരു ദിവസം വന്നപ്പോൾ മഴയായിരുന്നു. മഴ സീസണിലാണ് വന്നത്. മഴ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഉള്ളിലേക്ക് പോയില്ല. മഴ മാത്രമല്ല, ഞങ്ങളന്ന് ഒരുപാട് താമസിച്ചാണ് പോയത്. ഇന്നിപ്പോൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ആതിരപ്പള്ളി, മലക്കപ്പാറ ഇതൊക്കെ കയറിയാണ് പോകുന്നത്. നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. റേഞ്ച് കാണിച്ചു തന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ചേട്ടൻ്റെ പരിപാടിയാണ്. നിങ്ങളങ്ങനെ ഇവിടെ എത്തി. ഇവിടെ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഒരുപാട് കടകളും എല്ലാം ഉണ്ട്. ഞങ്ങളങ്ങനെ ഓരോ സാധനങ്ങളും നോക്കി ഇങ്ങനെ നടന്നു. കുറച്ച് നടന്നപ്പോൾ നമുക്ക് പൈനാപ്പിൾ, മാങ്ങ ഇതൊക്കെ എവിടെ കണ്ടാലും ഞാൻ വാങ്ങും കേട്ടോ. എനിക്ക് ഭയങ്കര ക്രൈസാണ്. പൈനാപ്പിൾ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം. പൈനാപ്പിൾ മാത്രമല്ല കേട്ടോ, മാങ്ങ അധികം പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല മാങ്ങയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുളിയുള്ള സാധനങ്ങൾ കഴിക്കാൻ. എവിടെ പോയാലും ഞാൻ വാങ്ങും. പൈനാപ്പിളും വാങ്ങി മാങ്ങയും വാങ്ങി. അത് രണ്ടും മുഴുവൻ ഞാൻ തന്നെ കഴിച്ചു. ഞങ്ങളിത് എങ്ങനെ വീണ്ടും യാത്ര തിരിച്ചു. വാട്ടർഫോളിൻ്റെ അടുത്തെത്തി. ഈ സ്ഥലങ്ങളുടെ ഒന്നും പേര് പറയാൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നിങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഏതാ സ്ഥലമെന്ന് പറയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്.
മരങ്ങളും കാടും മാത്രം കാണിച്ചാൽ പോരല്ലോ, ഞങ്ങളെയും കാണണ്ടേ. ഞങ്ങളും ഉണ്ട് ഇടയ്ക്കൊക്കെ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നോളൂ കേട്ടോ. അവിടെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് വീഡിയോസ് എടുത്ത് ജസ്റ്റ് ഒന്ന് കാഴ്ച കണ്ടിട്ട് നമുക്ക് വേഗം ഇനിയും ദൂരങ്ങൾ പോകാനുണ്ട് എന്ന് വിചാരിച്ച് വേഗം വന്നു. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് കടത്തി വിട്ടാൽ പിന്നെ നമുക്ക് അങ്ങ് പോകാം. ഞങ്ങളെ കടത്തി വിട്ടു. കാരണം 6 മണി എന്തോ ആയിക്കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യുള്ളൂ. ഞങ്ങൾ കടത്തി വിട്ടു. അതുമാത്രമല്ല ബൈക്ക് പോണവരെയൊക്കെ കടത്തി വിടാതുള്ളൂ. ഞങ്ങൾ കാറിലാണ് പോയത്. അതുകൊണ്ട് ഹോൺ അടിക്കരുതെന്ന് പറഞ്ഞു, 40 സ്പീഡിൽ പോകാവൂ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടു. ഹോൺ അടിക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾ, പക്ഷികൾ, ഇവർക്കൊക്കെ അത് ഭയങ്കര അസ്വസ്ഥമാകും. അതുമാത്രമല്ല നമ്മുടെ ഹോണടി കേട്ട് വല്ല കാട്ടാനയോ പുലിയോ വല്ലതും ഇറങ്ങി വന്നാലോ എന്ന് വിചാരിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും അടിപൊളി പ്ലേസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ കാശും ചിലവാക്കി പുറത്തേക്കൊക്കെ പോകുന്നത്? കേരളം മുഴുവൻ കാണുക ആദ്യം. എത്ര കണ്ടാലും മതി വരാത്ത അത്രയും നല്ല, അത്രയും മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുപോലും കണ്ടു തീർക്കാതെ ഓരോരുത്തർ കേരളത്തിൽ നിന്ന് കെട്ടിപ്പറക്കി ഇവിടെ നിന്ന് പോണത് പുറത്തേക്ക്. അതിനൊന്നും ഒരു കാര്യമില്ല. ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഇതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ആതിരപ്പള്ളി, നമ്മുടെ വാഗമൺ, ഇവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണിക്കുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. നല്ല തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു ടീഷർട്ടൊക്കെ ഇട്ടു. തണുപ്പ് തുടങ്ങാറായിട്ടില്ല. നമ്മൾ കുറച്ചങ്ങ് കയറി പോയതിന് ശേഷം മാത്രമേ, കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് മാത്രമേ തണുപ്പ് തുടങ്ങുള്ളൂ. കുരങ്ങിന് മേടിച്ചതാണ്. കുരങ്ങിന് മേടിച്ചത് ഞാനാണ് കഴിച്ചത്. കഴിക്കരുതെന്ന് ഒരു 100 വട്ടം ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ലെങ്കിലും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം എനിക്കങ്ങ് പോകാറുണ്ട്. ചേട്ടനോടൊത്തിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിക്കുന്ന ആളായിരുന്നു. ഇപ്പം ഞങ്ങൾ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കും. അതൊക്കെ കഴിച്ച് ഞങ്ങളിതേ പോവുകയാണ്. ഒരു കുരങ്ങനെ പോലും ഞങ്ങൾ കണ്ടില്ല. അത് കൊടുക്കാനായിട്ട് കുറേ ദൂരം അതും കൊണ്ട് വന്നു. കുരങ്ങനെ കണ്ടാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ജിമ്മിലെ മാഷ് പറഞ്ഞു, ഇത് മാത്രമേ കഴിക്കാവുള്ളൂ, ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവുള്ളൂ. എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ. എനിക്കെല്ലാം പോവും. ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം പോവും. ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത്, ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നു വെയിറ്റ് കുറയണമെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന്. ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ വെയിറ്റ് കിട്ടില്ല. എന്ത് മനോഹരമായ സ്ഥലങ്ങളാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണണ്ടേ. ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് ദൂരെ പോയിട്ട് ഞങ്ങൾ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി ഇറങ്ങും, ഇല്ലെങ്കിൽ എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഒരു കാറുണ്ടായിരുന്നു. അതിൽ ഒരു 4-5 ബോയ്സായിരുന്നു. എന്തോ അവരുടെ ആ നോട്ടവും അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നി. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിടുമ്പോൾ ഇവർ നിർത്തും. ഞങ്ങൾ പോകുന്ന അതേ സ്പീഡിൽ പതുക്കെ ഇവർ പോകും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിർത്തിയിടും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു നോട്ടവും. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി തോന്നി. ഞങ്ങളതേ നല്ല സ്പീഡിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വളവൊക്കെ എത്തിയപ്പോൾ വന്നു. കാരണം എങ്ങനെ മനുഷ്യരുടെ കാര്യമല്ലേ, എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ആ സ്ഥലത്താണെങ്കിൽ വേറെ മനുഷ്യന്മാരാരുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ പോകുന്നതല്ലാതെ വേറെ ആരും അവിടെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് സ്പീഡിന് വന്നു പോയി. പിന്നെ വണ്ടി കണ്ടില്ല കേട്ടോ. പിന്നെ കുറേ നേരത്തേക്ക് ആ വണ്ടി കണ്ടില്ല. പിന്നെ അത് ഞങ്ങളിത് ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ നിർത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അവിടെ നിന്ന് ഇതേ വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന പോലെ ഒന്നുമില്ല, ഭയങ്കര ഭംഗിയാണ്. ഇതേ കണ്ടോ, എന്താ ഭംഗി. നമ്മൾ ഒരുപാട് ഇങ്ങ് മുകളിൽ കയറി, ഏറ്റവും നല്ലോണം മുകളിൽ കയറിയ ശേഷം കണ്ടൊരു വ്യൂ ആണ്. അത് കഴിഞ്ഞതേ ഞങ്ങൾ അതൊരു KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട്. ബസ്സിൽ പോയാലെന്ന് വെച്ചാൽ നല്ല ഉയരത്തിൽ അല്ലേ പോകുന്നത്. ഉയരത്തിൽ നിന്ന് എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാറിലൊന്നും പോകുന്ന പോലെ ഒന്നും അല്ല ബസ്സിൽ പോയാൽ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി, എന്താ ഭംഗി. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചോണ്ട് നമുക്ക് പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട. കാരണം മനസ്സിലൊരു ചെറിയൊരു പേടി തോന്നി. കാരണം ആരും അവിടെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. കുറേ നേരം പോകാനൊക്കെ മടി കാണിച്ച് അവിടെ നിന്നു. കാരണം അത്രയ്ക്ക് നല്ല കാറ്റും അത്രയ്ക്ക് നല്ല പ്രകൃതി ഭംഗി. ചെവിയൊക്കെ അടഞ്ഞോട്ടെ. ഞാൻ തൊപ്പി വെച്ചതെന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് എൻ്റെ ചെവി നന്നായിട്ട് അടഞ്ഞു, ചേട്ടൻ്റെ ചെവി നന്നായിട്ട് അടഞ്ഞു. വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നു. പോവാന്ന് വിളിച്ചിട്ട് വന്നില്ല. കാരണം ചേട്ടന് ഈ തണുപ്പും കാറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആണെങ്കിൽ നല്ല തണുപ്പായി തുടങ്ങിയിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. കുറേ കോപ്രായങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കുറേ കോപ്രായങ്ങൾ കാണിച്ചു വരും. അങ്ങനെ ഫിൽറ്റർ ഇട്ട എൻ്റെ ഫേസ് എല്ലാവരും കണ്ടോളൂ. ഫിൽറ്റർ ഇട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങോട്ട് പോകാൻ ഭയങ്കര കാടാണ് കേട്ടോ. കാട്ടാന ഇറങ്ങുമെന്ന് പേടിയായിരുന്നു. കാരണം വേറെ ഒരു മനുഷ്യരവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതേ രാത്രിയായി വരുന്നുണ്ടായിരുന്നു. രാത്രിയായി വന്നപ്പോൾ ചെറിയൊരു പേടി തോന്നി. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ഇരുട്ടും ഒരു 6 മണിയായപ്പോൾ തന്നെ അവിടെ നന്നായിട്ട് ഇരുട്ടി. രാത്രിയായ പോലെ ഒരു 8-9 മണിയായ ഫീലിംഗ് ആയിരുന്നു. ഈ സമയമൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു 6 മണി സമയമാണ്. നല്ലൊരു ഇരുട്ട് വീണു. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് പോവാണ്. ഇനി ഒരുപാട് ദൂരം ഞങ്ങൾക്ക് പോകാനുണ്ട്. ഞങ്ങൾക്ക് തിരിച്ച് ഇതുവഴി തന്നെ ഇറങ്ങി വരാൻ പറ്റൂലായിരുന്നു. ഞങ്ങൾക്ക് പൊള്ളാച്ചി വഴി വേണം ഇറങ്ങി വരാൻ. തിരിച്ച് പൊള്ളാച്ചി വഴി ഇറങ്ങി പാലക്കാട് വഴി ആണ് ഞങ്ങൾ തിരിച്ച് പോയത്. വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു നേരം വെളുക്കാറാവും. ഒരു 3 മണി 2 മണിയൊക്കെ ആവും. അങ്ങനെ രാത്രി ആവുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ അധികമൊന്നും കാണാൻ പറ്റിയില്ല, ഫുള്ള് ഇരുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായി തുടങ്ങി.
നമ്മൾ തമിഴ്നാട് കടക്കാൻ പോകണം. തമിഴ്നാട്ടിലേക്ക് കടന്നു. ദേ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ നേരത്തെ കയറിയ കയറ്റമെല്ലാം അപ്പുറത്തെ വശത്തുകൂടി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. നമ്മൾ തമിഴ്നാട് ബോർഡറിൽ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമല്ലോ, ജസ്റ്റ് ഒരു കറക്കം മാത്രമേ ഉള്ളൂ. നല്ല ഇരുട്ടായി കേട്ടോ. വലിയതേ കണ്ടോ, മഞ്ഞ് കണ്ടോ, കോടമഞ്ഞ്. ഈ സമയം എന്ന് പറയുന്നത് കോടമഞ്ഞ് ഇറങ്ങുന്ന സമയമാണ്. അവിടെയൊക്കെ ഈ സമയത്ത് നന്നായി കോടമഞ്ഞ്, ഒരു 7 മണി 8 മണി ആവാറായപ്പോൾ തന്നെ കോടമഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആ ഇറക്കമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഭൂമിയിൽ എത്തിയാൽ മതി എന്നായിരുന്നു പിന്നീട്. കാരണം എനിക്ക് ഇങ്ങനെ വളവൊക്കെ തിരിഞ്ഞ് പോകുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു വൊമിറ്റിംഗ് ടെൻഡൻസി വരും. വൊമിറ്റ് ചെയ്യില്ല കേട്ടോ, ചെറുതായിട്ടൊരു വൊമിറ്റിംഗ് ടെൻഡൻസി വരുള്ളൂ. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ നമുക്ക് വേറെ പാട്ടൊന്നും ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഫോണിൽ എന്തെങ്കിലും പാട്ട് വേണം. എൻ്റെ ഫോണിലാണെങ്കിൽ പാട്ടുകളൊന്നുമില്ല. പാട്ട് വേണമെങ്കിൽ ഞാൻ യൂട്യൂബിലിടുന്നത്. അപ്പോൾ പാട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയോ ഇടേണ്ടി വന്നു. റേഡിയോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടും. അതെന്താണെന്നൊന്നും അറിയില്ല, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ നേരെ തൃശ്ശൂരെത്തി. നേരെ വെളുത്തൊന്നുമല്ല കേട്ടോ, ലൈറ്റാണ്, ലൈറ്റ്. ഇതെന്താ പറയുക, കുതിരാൻ അങ്ങനെ എന്തോണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ തൃശ്ശൂർ പാലക്കാട് വഴി ഇറങ്ങി. പാലക്കാട് വഴിയാണ് ഞങ്ങൾ വന്നത്. പാലക്കാട് വഴി വന്നു. പിന്നെ ചേട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഞാനും ഈ പാവം ഇത്രയും നേരം ഡ്രൈവിങ്ങിലായിരുന്നു. എനിക്ക് എൻ്റെ മേലെ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ദൂരം ഞാനും ഡ്രൈവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്താൻ പോവാണ്. ഏകദേശം എത്താറായി. നല്ല ക്ഷീണമുണ്ടായിരുന്നു. വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ടാറ്റാ.